ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിനായകൻ മമ്മൂട്ടി കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ കളങ്കാവൽ. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഉടനെ തന്നെ പുറത്തുവരുമെന്നൊരു റിപ്പോർട്ട് ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ റിലീസ് തീയതി പ്രഖ്യാപനം വരും. നേരത്തെ ജൂൺ 5-ാം തീയതി അതല്ലെങ്കിൽ മെയ് 22-ാം തീയതി എന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ജൂണിൽ നിന്നും സിനിമ പിന്മാറിയിരിക്കുകയാണ്. മെയ് മാസം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും കളങ്കാവലിന്റെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും ലാലേട്ടൻ ആരാധകരാണെങ്കിലും തുടരുമെന്ന സിനിമയുടെ ആവേശത്തിൽ നൽകുകയാണല്ലോ. ഇപ്പോഴത്തെ ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നാം കേട്ടുകഴിഞ്ഞ അമൽ നീർദ് സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അമൽ നീർദ് ലാലേട്ടൻ സിനിമ നേരത്തെ തന്നെ ലോക്ക് ചെയ്ത പ്രൊജക്റ്റ് ആണല്ലോ. സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നേരത്തെ സിനിമയിൽ ഉണ്ടായിരുന്ന ഫഹദ് ഫാസിൽ സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അന്യഭാഷയിൽ ഉൾപ്പെടെ പല സിനിമകളുടെ തിരക്കുകളാലാണ് ഫഹദ് സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് എന്നും നേരത്തെയും അമൽ നീർദ് സിനിമയ്ക്ക് ഫഹദിന്റെ ഡേറ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ് ഷൂട്ടിംഗ് മാറ്റിവെക്കേണ്ടി വന്നത് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനിടയിൽ സിനിമയ്ക്ക് സംഗീതം നൽകുക അമൽ നീർദിന്റെ കൂടുതൽ സിനിമകളിലും സംഗീതം നൽകിയിട്ടുള്ള സുഷിൻ ശ്യാം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടന് വേണ്ടി സുഷിൻ ശ്യാം ഒരു സിനിമയിൽ മുഴുനീള സംഗീതം നൽകുന്നത് ഇത് ആദ്യമായിട്ടാണ്. നേരത്തെ വില്ലൻ എന്ന സിനിമയിൽ ഒരു സ്കോർ ചെയ്യാനായിട്ട് സുഷിൻ എത്തിയിരുന്നു. നേരത്തെ സിനിമയിലെ ഫഹദ് ഭാഗമായപ്പോൾ തന്നെ 2 യുവതാരങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫഹദ് പിന്മാറിയതോടെ 2 യുവതാരങ്ങളിൽ ഒരാൾ സൗബിനായിരിക്കുമെന്നും മറ്റേയാൾ ആരാണെന്ന് ഇനിയും ഉറപ്പാക്കപ്പെട്ടിട്ടില്ല എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ മെയ് മാസം ആരംഭിക്കേണ്ടിരുന്നതായിരുന്നു. അതിൽ നിന്നെല്ലാം തന്നെ നിലവിൽ ഷൂട്ടിംഗ് ഡേയ്സ് മാറ്റിയിട്ടുണ്ട്. ഒക്ടോബറോടെ ആയിരിക്കും ഈ വർഷം സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ട്. ഇതോടെ നിലവിൽ ലാലേട്ടന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ട് ജൂൺ മാസത്തോടെ പൂർത്തിയായാൽ ബാക്കിയുള്ള മാസങ്ങളിൽ ലാലേട്ടൻ ഏത് സിനിമയിൽ അഭിനയിക്കും എന്നൊരു ചോദ്യമാണ് ഇതിനോടകം തന്നെ ചോദ്യമായി വരുന്നത്. അമൽ നീർദ് ലാലേട്ടൻ സിനിമയുടെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ഒരുപക്ഷെ അടുത്ത മാസം ലാലേട്ടന്റെ ജന്മദിനത്തിലായിരിക്കും പ്രഖ്യാപനം. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.